യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹങ്ങളുടെ സമൃദ്ധമായ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. അതിരാവിലെ തന്നെ ദൈവാത്മാവിനോട് ചേർന്ന് നിന്ന് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാനും ആ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പുതിയൊരു ദിവസം തുടങ്ങുവാനും ദൈവം നമ്മൾക്ക് അവസരം തന്നതിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 1-ാം തിരുവചനം. യാക്കോബ് നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. എത്ര സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമാണ് പിതാവായ ദൈവം വെളിപ്പെടുത്തുന്നത്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റേതാണെന്ന്. ഇറ്റ് ഈസ് എ പ്രോമിസ്. ഇത് ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ് നമുക്ക്. ഞാൻ ദൈവത്തിൻ്റേതാണെങ്കിൽ, ആ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ആ ദൈവം എന്നെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പിന്നെന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ എന്തിനാണ് എൻ്റെ കുറവുകളെ, എൻ്റെ ഇല്ലായ്മകളെ കുറിച്ച് ആകുലപ്പെട്ട് കരഞ്ഞ് നിലവിളിക്കുന്നത്? എന്നെ അറിയുന്ന, എൻ്റെ അവസ്ഥ അറിയുന്ന ദൈവം എനിക്കെല്ലാം സമയാസമയം തരും എന്ന് ഉറച്ചു വിശ്വസിക്കുക. കാരണം എന്നെ പേര് ചൊല്ലി വിളിക്കുകയും എന്നെ ദൈവത്തിൻ്റേതാക്കി മാറ്റുകയും ചെയ്ത പിതാവായ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ച് എനിക്ക് വേണ്ടതെല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുക. നമുക്ക് ഈ വചനം ആമേൻ ചൊല്ലി സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ദൈവം നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നതിന് നന്ദി പറയുകയും ചെയ്യുക. ഈ നിമിഷം യേശുക്രിസ്തു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും നമ്മുടെ ബലിപീഠത്തിൻ്റെ മുന്നിലേക്ക് ഈശോയുടെ മുന്നിൽ സമർപ്പിക്കാം. അവരെയും ദൈവം പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നിങ്ങളിലൂടെ ഇവാഞ്ചലൈസേഷൻ സ്പ്രെഡ് ചെയ്യുന്നതിന്, ലോകം മുഴുവനും സുവിശേഷം പരക്കുന്നതിന് നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ നിമിഷത്തിനായിട്ട് നന്ദി പറയുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.